ഞാനൊരു കിളിയെ കാണിച്ചു തരാം. കണ്ടോ? കിണറിൻ്റെ മുകളിൽ ഒരു കിളി ഇരിക്കുന്നത് കണ്ടോ? ഇത് കിണറിൻ്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്, കമ്പിവേലി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ചെറിയ നെറ്റിട്ടുണ്ട്, അതിട്ട് കുത്തിപ്പറിക്കുന്നു. ആത്തിക്കിളിയാണ്. ഇവിടെ അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ ഉണ്ട്, പക്ഷേ അങ്ങനെ അങ്ങ് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ഈ നെറ്റ് മുറിച്ചുകൊണ്ട് പോയി കൂട് വയ്ക്കാനുള്ള പരിപാടിയായിരിക്കും. എന്തിനാ എൻ്റെ ഉണ്ണാത്തിക്കിളി ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇഷ്ടം പോലെ എൻ്റെ പൂന്തോട്ടത്തിൽ ഇഷ്ടം പോലെ ചെടികളും കമ്പുകളും കുമ്പുകളും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് നീ വല കുത്തിപ്പറിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്താന്ന്. എൻ്റെ ഈ കമ്പി വലയുണ്ട്, അതിൻ്റെ അടുത്ത് മറ്റേ ഓലഞ്ഞാലി വന്ന് വഴക്കുണ്ടാക്കി കേട്ടോ. ഓലഞ്ഞാലി അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഓലഞ്ഞാലി ചെല്ലേ ഒരു ഇത് വണ്ണാത്തിക്കിളിയാണ്. ഇത് എപ്പോഴും ഉണ്ട് ഇവിടെ, മാവിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ അത് നോക്കിയിരുന്നു, കാരണം ഇതിനെ എങ്ങനെ അടുത്തങ്ങനെ കിട്ടാറില്ല. രസമുണ്ട് കാണാനേ. അപ്പോൾ ആ ഓലഞ്ഞാലിയിൽ കറങ്ങി വന്നു, പക്ഷെ അതിനെ കണ്ടു കിട്ടിയില്ല, പോയി, അത് പറന്നുപോയി. അങ്ങനെ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ അത് അവിടെ തന്നെ പിന്നെയും കുത്തുക. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. എന്നാൽ പിന്നെ ഫോണിൽ പിടിച്ചതിന് പതിയെ എൻ്റെ അടുത്തോട്ട് വരിക. അപ്പം നോക്കിയാൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് നോക്കൂ, അതിന് ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുവാണേ. ഇപ്പം പറന്നു പോകുന്നു, നല്ലപോലെ നിന്നിട്ട് നല്ലപോലെ എടുത്ത് കാണാനായിട്ട്. ബ്ലാക്കും വൈറ്റും. ഡേ പൂക്കളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ടേ, പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കിളികളും ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. ഇന്നാളൊരു ദിവസം കിറ്റി ഇതിൻ്റെ ഒരു കുഞ്ഞിനെ പിടിച്ചോണ്ട് വന്നേ. ഈ പൂച്ചയൊക്കെ ചിലപ്പോൾ കണ്ടിട്ട് പിടിക്കും. പിന്നെ കരിയിലപ്പടിയൊക്കെ പിടിച്ചോണ്ട് വരും. ഇതാ പറന്നു പോകുന്നു. ഞാൻ ഇടത്തോട്ട് ചെല്ലുന്നോറും അത് പറന്നു പോകും. അങ്ങനെ ഞാനും അതിൻ്റെ അതിനെ കണ്ടിട്ട് ഇഷ്ടം തോന്നി, അതിങ്ങനെ ചടിച്ചടി അതങ്ങ് പോയി കേട്ടോ. അപ്പം പിന്നെ അടുത്തത് പേരയിലോട്ടാണ് നോട്ടം. പേരയിൽ കുറച്ച് പേരക്കയൊക്കെ ഉണ്ട്, എപ്പോഴും പേരക്കയുണ്ട് കേട്ടോ. ഒരിക്കൽ പോലും പേരക്ക ഇല്ലാത്തില്ല. എല്ലാ ദിവസവും 2ഉം 3ഉം പഴുത്ത പേരക്ക കിട്ടും. അത് ഇതുപോലെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ഞാൻ എന്നും പേരയെ നോക്കും. അപ്പോൾ എങ്ങനെയാണേലും കിട്ടും. ഇവർ ചിലപ്പം കുറച്ചൊക്കെ കൊത്തിയതായിരിക്കും കിളികളെ. എന്നാലും ഞാനത് അവർക്കും വേണ്ടേ. ഞാൻ പിന്നെ ഒരു പേരക്കയൊക്കെ പറിച്ചു. അപ്പോഴേക്കും എൻ്റെ കിറ്റി ഇങ്ങോട്ട് വന്നു. കിറ്റി വന്ന് അവിടെ നിന്ന് കരയുന്നുണ്ട്, വരാന്തയിൽ നിന്ന്. എന്തോ ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ അവളുടെ വിചാരം 4 മണിയായി, സമയം ഒത്തിരിയായി, അവൾക്ക് കഴിക്കാൻ കിട്ടിയില്ലല്ലോ. അതിന് നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ അവളോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. സമയം 4 മണിയായിട്ട് 3 മണിയല്ലേ ആയുള്ളൂ. ഭക്ഷണത്തിന് സമയമായില്ല. 5 മണിക്ക് കേട്ടോ കിറ്റി, 5 മണിക്ക്. കിറ്റിയെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ മംഗളം എൻ്റെ ഗ്രീൻ ഹൗസ് എല്ലാം കനേൽപ്പന്തലിൻ്റെ നിങ്ങൾക്ക് 2-3 ഹോസ്പിറ്റലിൽ കട്ടികൾ വീണ് കിടക്കും. എങ്ങനെ വീണെന്ന് അറിയത്തില്ല. ടയർ പൊട്ടിപ്പോയതാണ്. ഏതായാലും ചട്ടിയൊന്നും പൊട്ടിയില്ല, ചെടിക്കൊന്നും നിങ്ങൾക്ക് 2-3 ഹോസ്പിറ്റലിൽ കട്ടികൾ വീണ് കിടക്കും. എങ്ങനെ വീണെന്ന് അറിയത്തില്ല. ടയർ പൊട്ടിപ്പോയതാണ്. ഏതായാലും ചട്ടിയൊന്നും പൊട്ടിയില്ല, ചെടിക്കൊന്നും വെച്ചില്ല. അപ്പോൾ അതൊന്നും എടുത്ത് ചേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ചെടികളുണ്ടല്ലോ, കോട്ടനൊക്കെ ഞാനിങ്ങനെ. പിന്നെ ഇലച്ചെടികളെ, ക്രോട്ടൺ ചെടികളും എടുത്ത് ഞാൻ ഈ തണലത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ എടുത്ത് വെയിൽ മാറ്റി എവിടെയെങ്കിലും ദൂരേക്ക് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം വെയിൽ വന്നിട്ട് ചിലതൊക്കെ കരിഞ്ഞുപോയി. കാരണം ഈ ഇലച്ചെടികൾക്കൊന്നും ഡയറക്റ്റ് വെയിൽ ഏൽക്കാൻ പാടില്ലല്ലോ. അത് ഈ കഴിഞ്ഞ മാസം ഭയങ്കര വെയിലല്ലായിരുന്നോ. അപ്പം ഞാനെടുത്ത് ഈ തണ്ണീർപ്പന്തലിൻ്റെ കീഴിലോട്ട് വെച്ചു. പിന്നെ ഇനിയും ഈ വൈറ്റ് പാമ്പിൻ്റെ അടിയിലെല്ലാം ചെറിയ തൈകളുണ്ടാവുമല്ലോ, ഞാനതെല്ലാം കട്ട് ചെയ്ത് കളയും കേട്ടോ. കാരണം
ഈ വലുതായിട്ട് നിൽക്കുന്ന ആണല്ലോ അതെല്ലാം നല്ല ഹൈറ്റ് നിൽക്കുക. അപ്പോൾ ചുവട്ടിൽ ഈ പിന്നെ ഈ തൈകൾ കൂടുതൽ വന്നു കഴിയുമ്പോഴേ ഒന്നാമത്തെ തെങ്ങിനിക്ക് ഉറുമ്പൊക്കെ കൂട് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് കട്ട് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അപ്പം കട്ട് ചെയ്യുമ്പം ഇതിങ്ങനെ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം ഭയങ്കര രസമല്ലേ, അതെനിക്കിഷ്ടം കാണാനായിട്ട്. പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് വിടും. അത് പിന്നെ ചെയ്തു. അത് ചെയ്തില്ലേ പിന്നെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ ഈ പഴുതാരി അതും ഇതുമൊക്കെ കയറിയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഒത്തിരി തിങ്ങി നിൽക്കുന്നതും ഒരു രസമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തു വിട്ടു. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ 1 2 3 സെറ്റ് ഇതുപോലെ വൈറ്റ് പാംസ് ഇപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാം ചുവട്ടിൽ ഇതുപോലെ കിളുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇന്ന് ക്ലീനപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഈ കത്രികയ്ക്കൊരു ചെറിയൊരു പിടുത്തമുണ്ട്, അതുകൊണ്ട് നമുക്ക് കൈ വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഇനി അതിന് വേറെ പുതിയ കത്രിക വാങ്ങിക്കേണ്ട വരും. ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ശരിക്കും അങ്ങ് ലൂസായിട്ട് വരുന്നില്ല. അങ്ങനെ അതൊക്കെ ചെയ്തു. ഇനിയും കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാ. ഇനി ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. ഓലയെല്ലാം കുറേ ഉണ്ട്. ഈ വൈറ്റ് പാം ആണെങ്കിലുവേ ഇതിന് നിറച്ച് പിന്നെ ഉണങ്ങിയ പാള പോലെ, കവുങ്ങിൻ്റെ പാള പോലെ ഇങ്ങനെ പൊഴിയും കേട്ടോ. അപ്പോൾ അതെല്ലാം വലിച്ച് അടിച്ച് ഞാനെല്ലാം ഒന്ന് പിന്നെ കൂട്ടിയിട്ടു. ഇനിയിപ്പോൾ എന്തിനും എനിക്കിനിയും വയ്യ, കാരണം കൈയൊക്കെ വേദന എടുക്കുന്നു. ആ കത്രിക അത്ര റെഡിയല്ല, ശരിയല്ല. ഇനി അതൊന്ന് നന്നാക്കി എടുക്കണം. ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഉണ്ട്. ഞാൻ ഓർത്തിനി നാളെ ചെയ്യാവുന്ന. ഇങ്ങനെ ഗാർഡൻ നമ്മൾ വൃത്തിയാക്കാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ സമയം പോകുന്നത് അറിയത്തില്ല, പെട്ടെന്ന് ക്ഷീണിക്കും. വൈകുന്നേരമല്ലേ പറ്റുള്ളൂ, പകലെല്ലാം ഭയങ്കര ചൂടല്ലേ. 4 മണിക്ക് ശേഷമേ ഉള്ളൂ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കിടക്കട്ടെ. ഇതൊരു പർപ്പിൾ കളറ് ബൊഗെയിൻവില്ലയാണ് കേട്ടോ. ഇതിനധികം മുള്ളൊന്നുമില്ല. എന്നാൽ മുള്ളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. പക്ഷേ ഇത് നിലത്ത് നട്ടിരിക്കുന്നതുകൊണ്ടേ പിന്നെ ഭയങ്കരമായിട്ട് പടരുന്നു. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്യണം. 1 പ്രാവശ്യം ഒന്ന് പൂത്തു, ഇപ്പം നന്നായിട്ടങ്ങ് പടരുക. മേളിലോട്ട് വലിയ കൊമ്പുകളൊക്കെ ഉണ്ടായി. ഒത്തിരി കൊമ്പുകളായി കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പം. അതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തിടുക. എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലേ കുറച്ചൊന്ന് പടർന്ന് കിടക്കുന്നുണ്ട്. താഴെ ഏപ്രിൽ ലില്ലി ഉണ്ടായിരുന്നു കേട്ടോ. ഏപ്രിൽ ലില്ലി മൂടിപ്പോയി ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തതങ്ങ് കട്ട് ചെയ്യാമെന്ന്. മുള്ളും കൂടെ ഉള്ളത് കൊണ്ടേ ഈ ബൊഗെയിൻവില്ലയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് നന്നായിട്ട് നിലത്ത് വയ്ക്കുന്നത് ബുഷിയായിട്ട് നിർത്തിയില്ലെങ്കിൽ അതങ്ങ് പടർന്ന് പന്തലിച്ചങ്ങ് പോകും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തു. പിന്നെ ഈ ഗ്ലോബ് കണ്ടോ, ഗ്ലോബ് പോലത്തെ ഇത് ഹസ്ബൻഡൊക്കെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഗ്ലോബ് തന്നെ ആയിരുന്നു. ഞാൻ അതിൻ്റെ ഫ്രെയിം എടുത്തിട്ട് ഇങ്ങനെ പൊക്കി വെച്ചു. എന്നിട്ട് അതിൽ കാറ്റ്സ് ക്ലോ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. കയറ്റി വിട്ടിട്ടുണ്ട് കാറ്റ്സ് ക്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊർത്തും പിടിച്ചുമൊക്കെ വെച്ചു. പിന്നെ ബൊഗെയിൻവില്ല ഇവിടെ 2-3 ഇരിപ്പുണ്ട്. അത് പ്രൂൺ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പ്രൂൺ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കാറ്റ്സ് ക്ലോ ഇതിൽ ഈ ഗ്ലോബേ കയറ്റി വെച്ചാലേ അതിങ്ങനെ നല്ലപോലെ പടർന്ന് നല്ല റൗണ്ടിലാക്കി എടുക്കാമല്ലോ. പിന്നെ ഈ ബൊഗെയിൻവില്ലയുടെ ആണെങ്കിലും ഒരു നാടൻ ബൊഗെയിൻവില്ല കേട്ടോ, മജന്ത കളറ്. അതിൻ്റെ കമ്പ് ഞാനെല്ലാം ഇങ്ങനെ താഴോട്ട് വളച്ച് കെട്ടി വെച്ചേക്കുവാണേ. അപ്പം ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തളിർപ്പ് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ തളിർപ്പ് വരാനും പൂവായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങളാണ്. നമ്മളെന്നും നോക്കിയില്ലെങ്കിലുണ്ടല്ലോ എല്ലാം കാട് പിടിച്ച പോലെ ഇരിക്കും. ഒന്നാമത് ഭയങ്കര ചൂട്. 2 ദിവസം മുമ്പ് നല്ലൊരു മഴ പെയ്തു. അതുകൊണ്ട് ആ തണുപ്പൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നാലും ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ കുറേയെല്ലാം വൃത്തിയാക്കിയിട്ടില്ലെങ്കിലേ, മഴ പെയ്തത് കൊണ്ട് ഭൂമി നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാടിനി കയറും. പക്ഷേ നമ്മളെല്ലാം തെളിച്ചിട്ടു കേട്ടോ. അപ്പം ഈ പടരുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് പടരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ക്ലീനാക്കിയിട്ടേക്കാം. കാരണം ഇഴജന്തുക്കൾ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഇവിടെ ഈ കുളമൊക്കെ ഉണ്ട്, തവളയും മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ ചേര മിക്കവാറും തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കാട് പിടിപ്പിക്കാൻ നിൽക്കത്തില്ല. എല്ലാം കുറച്ചൊന്ന് നന്നായിട്ട് തന്നെ ഇടും.
പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ വെട്ടിയും ഒക്കെ ഒതുക്കി ഇടണം. എപ്പോഴും നമ്മൾ കുറച്ച് നന്നായിട്ട് വൃത്തിയാക്കി ഇടണം. ചൂട് കാലത്ത് തണുപ്പ് ചെയ്തിൻ്റെ കീഴെ എല്ലാം വഴി എന്തെങ്കിലുമൊക്കെ വന്ന് കിടക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് സൂക്ഷിച്ച് നോക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഷൂസൊക്കെ ഇട്ടേ ശരിക്കും ഇറങ്ങാവുള്ളൂ.